സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭാ രൂപീകരണത്തിന് പിന്നാലെ കോൺഗ്രസിൽ കലഹം മുറുകുന്നു. മന്ത്രിസഭയിലും പ്രധാന വകുപ്പുകളിലും പിന്നാക്ക ദളിത് വിഭാഗങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുവെന്ന പരാതിയുമായി ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി. ഭൂരിപക്ഷ ന്യൂനപക്ഷ മുന്നാക്ക സമുദായങ്ങൾക്ക് എല്ലാ പ്രധാന വകുപ്പുകളും വീതം വെച്ചപ്പോൾ ദളിത് വിഭാഗങ്ങൾക്ക് അപ്രധാന വകുപ്പുകൾ മാത്രമാണ് നൽകിയതെന്നാണ് ആക്ഷേപം. ഇതിനിടെ ആരോഗ്യവകുപ്പിനായി കെ മുരളീധരൻ സമ്മർദ്ദ തന്ത്രം ശക്തമാക്കിയതും കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മന്ത്രിസഭാ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി സമുദായ സന്തുലനത്തിലെ പാളിച്ചകൾ ചർച്ചയാകുന്നത്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, ചീഫ് വിപ്പ് എന്നിവരുൾപ്പെടെ ആകെ 24 ക്യാബിനറ്റ് പദവികളാണ് ഉള്ളത്. ഇതിൽ ക്രൈസ്തവ, മുസ്ലിം വിഭാഗങ്ങൾക്ക് 7 വീതവും നായർ സമുദായത്തിന് 5 പദവികളും ലഭിച്ചപ്പോൾ ഈഴവ വിഭാഗത്തിന് 3 പട്ടികജാതി വിഭാഗത്തിന് 2 പദവികൾ മാത്രമാണ് നൽകിയിരിക്കുന്നത്. ലത്തീൻ കത്തോലിക്ക, നാടാർ തുടങ്ങിയ പിന്നാക്ക വിഭാഗങ്ങളെ പൂർണ്ണമായും തഴഞ്ഞതാണ് ഇപ്പോൾ പാർട്ടിയിൽ വലിയ അമർഷത്തിന് കാരണമായിരിക്കുന്നത്. വകുപ്പ് വിഭജനത്തിലും ഈ അവഗണന വ്യക്തമാണെന്ന് കോൺഗ്രസിലെ പിന്നാക്ക ദലിത് വിഭാഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. മുഖ്യമന്ത്രി പദവും ആഭ്യന്തരവും റവന്യൂവും ഉൾപ്പെടെയുള്ള സുപ്രധാന വകുപ്പുകൾ മുന്നാക്ക വിഭാഗത്തിന് നൽകിയപ്പോൾ വ്യവസായം, വിദ്യാഭ്യാസം എന്നിവ മുസ്ലിം സമുദായത്തിനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ പിന്നാക്ക ദലിത് വിഭാഗങ്ങളിൽപ്പെട്ട AP അനിൽകുമാർ, M ലിജു, ബിന്ദു കൃഷ്ണ, KA തുളസി, OJ ജനീഷ് എന്നിവർക്ക് അപ്രധാന വകുപ്പുകളാണ് മാറ്റിവെച്ചിരിക്കുന്നത്. AP അനിൽകുമാറിന് നൽകാൻ ഉദ്ദേശിച്ചിരുന്ന ആരോഗ്യം, ദേവസ്വം വകുപ്പുകൾക്ക് മാത്രമാണ് അല്പമെങ്കിലും പ്രാധാന്യമുണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ വകുപ്പുകൾ അനിൽകുമാറിന് നൽകാനാവില്ലെന്ന നിലപാടിലാണ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. നിലവിൽ വൈദ്യുതി വകുപ്പ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കെ മുരളീധരന് ആരോഗ്യ വകുപ്പ് കിട്ടിയേ തീരൂ എന്ന കടുത്ത വാശിയിലാണ്. ആരോഗ്യം നൽകിയില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ലെന്ന ഭീഷണിയും മുരളീധരൻ മുഴക്കിക്കഴിഞ്ഞു. മുരളിയുടെ കടുംപിടുത്തത്തിന് മുന്നിൽ നേതൃത്വം വഴങ്ങുന്നതിനാലാണ് പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള മറ്റ് നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുള്ളത്. സമുദായ സമവാക്യങ്ങൾ തെറ്റിയുള്ള ഈ വകുപ്പ് വിഭജനം വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ വലിയ ആഭ്യന്തര കലഹത്തിന് വഴി തുറക്കുമെന്നുറപ്പാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.